ഈശോയുടെ ജനനം മുതൽ മരണം വരെ പരിശുദ്ധ അമ്മ ഈശോയോട് ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോസ്തലരോട് സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്ന അമ്മ ഈശോയുടെ മരണശേഷം ശിഷ്യന്മാരോടൊപ്പം ആദിമസഭയിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ അത്താണിയായിരുന്നു. സഭാചരിത്രത്തിൽ നിരവധി തവണ വിവിധ ഇടങ്ങളിലായി അമ്മ പ്രത്യക്ഷപ്പെടുകയും അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്തതായിട്ട് നാം വായിക്കുന്നുണ്ട്. ലൂർദ്, ഫാത്തിമ എന്നീ സ്ഥലങ്ങൾ ഇവയ്ക്ക് ഉദാഹരണങ്ങൾ കൂടിയാണ്. ഭാരതത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിലും മാതാവിൻ്റെ പ്രത്യക്ഷം നടന്നതായി പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ പരിശുദ്ധ വേളാങ്കണ്ണി അമ്മയോട് നമ്മളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് ശ്രമിക്കാം. പ്രിയ പ്രേക്ഷകരെ, അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. കൂടുതൽ ആൾക്കാരിലേക്ക് പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യങ്ങൾ എത്തിക്കാൻ ചാനൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാവർക്കും അമ്മയുടെ ഈ പ്രാർത്ഥനയിലേക്ക് ഒന്ന് സ്വാഗതം അറിയിക്കുന്നു. പരിശുദ്ധയും നിർമ്മലയുമായ വേളാങ്കണ്ണി മാതാവേ, ലോകത്തിലെ സകല സ്ത്രീകളിലും വെച്ച് അത്യുന്നത ദൈവത്താൽ നീ അനുഗ്രഹീതയാകുന്നു. മാനവ ഹൃദയങ്ങളിൽ സദാ ഉണ്ടാക്കാത്ത വിധം നിന്റെ നാമത്തെ അത്രയധികം അവിടുന്ന് ഉയർത്തി. പാപങ്ങളുടെ അഭയസ്ഥാനമായ അമ്മേ, ഞെരുക്കങ്ങളിലും വേദനകളിലും ഞങ്ങളെ സഹായിക്കണമേ. ദിവ്യ ഈശോയെ, അങ്ങയുടെ അമ്മയായ മറിയം വഴി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാനവും രക്ഷയും പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ഉത്ഭവത്തിൽ തന്നെ കന്യകയെ നീ നിർമ്മലയായിരിക്കുന്നു. നീ പ്രസവിച്ച ദൈവപുത്രൻ്റെ പരമപിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നേഹം നിറഞ്ഞ മാതാവേ, ഇതാ ഞാൻ നിന്റെ തൃപ്പാദത്തിങ്കൽ അണയുന്നു. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഓ കാരുണ്യത്തിൻ്റെ അമ്മേ, എന്നിൽ കനിയണമേ. നിർഭാഗ്യരായ ഈ പാപികളെ അനുഗ്രഹിക്കണമേ. ഞാൻ എന്നേക്കുമായി എന്നെ മാതാവിന് മുമ്പിൽ സമർപ്പിക്കുന്നു. നിന്റെ ദാസനായി അല്ലെങ്കിൽ ദാസിയായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മേ, ക്ലേശിതരെ സഹായിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തണമേ. കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ. എല്ലാവർക്കും വേണ്ടി നീ മധ്യസ്ഥം വഹിക്കണമേ. വേളാങ്കണ്ണി അമ്മേ, നിന്റെ പക്കൽ നിലവിളിക്കുന്ന ഞങ്ങളെ കേൾക്കണമേ. പാപങ്ങളുടെ ആശ്രയമേ, ഞെരുക്കങ്ങളിലും വേദനകളിലും ഞങ്ങളെ സഹായിക്കണമേ. ഈശോനാഥ, അങ്ങയുടെ അമ്മയായ മറിയം വഴി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാനവും അനുഗ്രഹവും പ്രദാനം ചെയ്യണമേ. ആമേൻ. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് തന്നെയാണ്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. എന്നെ കാക്കുവാൻ ഉറങ്ങുകയില്ല. കർത്താവാണ് എൻ്റെ പരിപാലകൻ. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. സകല തിന്മകളിൽ നിന്നും കാത്ത് കർത്താവ് എൻ്റെ ജീവനെ സംരക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി വേളാങ്കണ്ണി മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം. വേളാങ്കണ്ണി മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അക്രമവും അനീതിയും യുദ്ധങ്ങളും അവസാനിപ്പിച്ച്
ലോകരാഷ്ട്രങ്ങളെല്ലാം ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കുവാൻ വേളാങ്കണ്ണി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സാർവത്രിക സഭയുടെ തലവനായ പരിശുദ്ധ പിതാവ്, ആർച്ച് ബിഷപ്പ്, മെത്രാപ്പൊലീത്ത എന്നിവർക്ക് വേണ്ടിയും രൂപത അധ്യക്ഷനു വേണ്ടിയും എല്ലാ വൈദികർക്ക് വേണ്ടിയും ഭാരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ദൈവഹിതം അനുസരണം നിറവേറ്റപ്പെടുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കാം. വേളാങ്കണ്ണി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അതുപോലെ തന്നെ ഓരോ പിതാവിൻ്റെ മക്കളെപ്പോലെ ഈ ഇടവക അംഗങ്ങളെല്ലാവരും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും പ്രവർത്തിക്കുന്നതിനും സഹോദരങ്ങളെപ്പോലെ കണ്ട് അയൽക്കാരോടൊപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും വേളാങ്കണ്ണി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും ശാന്തിയും പുലരുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരുവാനും പ്രാർത്ഥിക്കണമേ. ആമേൻ.